ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു സി എസ് റാങ്കോടായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സി എസ് റാങ്കഡിൽ നിന്ന് കില്ലെടുത്ത് എത്ര കില്ല് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നമുക്ക് എയ്സ് എടുക്കാൻ എത്ര എണ്ണം കഴിയും, അതുപോലെ ത്രിബിൾ കില്ല് എത്ര കഴിയും നമ്മളൊരു ചലഞ്ച് ചെയ്യുന്നൊരു മാച്ച് കൂടിയാണിത്. സി എസ് റാങ്കഡ് നമ്മൾ ഹീറോയ്ക്കിലുള്ള മാച്ചാണ്. ഹീറോയ്ക്ക് മാസ്റ്ററിലേക്കുള്ള നമ്മളെ റഷ്യയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എലൈറ്റ് മാസ്റ്റർ ആവാൻ ഇനിയൊറും 4 സ്റ്റാർ കൂടി മതി. 21 സ്റ്റാറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ USP2 എടുത്ത് നമ്മൾ മാച്ച് സ്റ്റാർട്ട് ആയി വന്നിട്ടുണ്ട്. USP2 കൂടി നമ്മൾ എനിമിയെ സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നോക്കുന്നത് 4 പേരും. നമ്മളങ്ങനെ എനിമിയെ സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. USP2 നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ ഒരു എനിമിയെ കണ്ട് അവർ നല്ലൊരു വീഡിയോ ഡാമേജ് കൊടുത്ത് അങ്ങനെ അവനെ അങ്ങ് ഡൗണാക്കി. ഡൗണാക്കിയ ശേഷം ലോങ്ങിൽ എടുത്തുകൊണ്ട് അവരെയും നമ്മൾ USP2 കൊണ്ട് അങ്ങ് അടിക്കുകയാണ്. USP2 കൊണ്ട് അവനെയും നല്ല അടി അടിക്കുന്നുണ്ട്. അവനെയും ഡൗണാക്കി. 2 പേര് ഡൗൺ. അതേ കൂടെ തന്നെ നമ്മൾ ടീമേറ്റും ഡൗൺ ആയി 2 പേര്. നമ്മൾ മൂന്നാമത്തേവനെ കൂടി നമ്മൾ അടിക്കുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ ഒരു പവറങ്ങ് കിട്ടി നമ്മളെ അങ്ങ് അടിച്ചങ്ങ്. നമുക്ക് ആ ഡബിൾ കില്ല് കിട്ടി. എങ്കിലും നമ്മളെ അടിച്ച് അവരിൽ ആ ലാസ്റ്റ് എടുത്ത് നമ്മളെ അടിച്ച് ഫസ്റ്റ് റൗണ്ട് അവരെ അങ്ങ് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ട് നമ്മൾ തോറ്റു. പക്ഷേ എങ്കിലും അവന് ഇമോട്ട് ഇട്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അവൻ ഇമോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കളിക്കുന്നതൊക്കെ വെറുതെ ആയിരിക്കും ഗൈസ്. അപ്പോൾ അവൻ ഇട്ടോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് നമ്മളെ എവോഗനായിട്ടുള്ള തോമസ് റാങ്ക് എടുത്തിരിക്കുകയാണ്. തോമസൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോ പ്ലെയർ ആണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തോമസൺ എടുത്ത് ഇനി ഈ റൗണ്ടിൽ നമ്മൾ കില്ല് എത്ര എടുക്കുന്നുള്ളതിന് ഒരു കണക്കുണ്ടായിരിക്കില്ല. തോമസൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട പ്രോ പ്ലെയർ കളിയായിരിക്കും കളിക്കാൻ പോകുന്നത്. അങ്ങനെ തോമസൺ എടുത്ത് നമ്മൾ വണ്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നും വരുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നോക്കി അവിടെ നിന്ന് എനിമി വരാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് എനിമി വരണമെന്ന് നോക്കുന്ന സമയത്ത് അവിടെ എനിമിയെ കാണുന്നില്ല. അങ്ങനെ നമ്മൾ തോമസൺ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എനിമിയെ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പുറത്ത് നല്ല ഫൈറ്റ് അടിക്കുന്നുണ്ട്. നമ്മൾ ആ സൈഡിലോട്ട് നമ്മൾ പോകുന്നതിന് വേണ്ടി വണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ഒരുത്തപ്പോൾ ഡൗൺ ആണ്. നമ്മുടെ ടീമിൽ ഓരോ ടീമിൽ ഒരുത്തൻ ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഉക്കോങ്ങിൻ്റെ എബിലിറ്റി ഇട്ട് പുല്ലായിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കെ ഒരുത്തനെ നമ്മളങ്ങ് സ്പോട്ട് ചെയ്തു. അവന് തോന്നുന്നത് മാട്ടടി ഒരു ഡൗൺ നമ്മളങ്ങനെ എടുത്ത് ഇനി അടുത്ത വന്നു. അവന് ഫുൾ റെഡി ഏടാ മോനെ സീന റെഡ് അടിച്ച് അവനെ കൂടി അങ്ങ് ഡൗൺ ഇട്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരെ തോമസിനെ അങ്ങ് ഇട്ട് ഇനി മൂന്നാമത്തെ ഒരുത്തന്നെ എവിടെ അവനെ കൂടി കിട്ടിയാൽ അവൻ്റെ കൂടി അണ്ണാക്കിലോട്ട് കൊടുക്കും. അവനെ അങ്ങ് ഇമോട്ട് ഇട്ടോ എന്നുള്ള ഒരു സംശയത്തിന് പുറത്താണ് ഞങ്ങൾ കളിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞ് വേണം പറയാം. 2 ഡൗൺ ആയി. ഇനി മൂന്നാമത്തെ കൂടി അങ്ങ് അടിക്കുകയാണ്. മൂന്നാമത്തെ എവിടെ മൂന്നാമത്തെ നമ്മുടെ മുന്നോട്ട് വന്നു. അവന് മാട്ട് അടിയടിച്ച് അവനെ കൂടി അങ്ങ് നോക്കിയിട്ട് അവനെ കൂടി അങ്ങ് ഫിനിഷാക്കി ട്രിപ്പിൾ കില്ല് അങ്ങ് എടുത്ത് ഫസ്റ്റ് നമ്മൾ ആ ഒരു റൗണ്ട് നമ്മളങ്ങ് എടുത്തിരിക്കുകയാണ് ഗൈസ്. അതുപോലെ നമ്മൾ കളി തുടങ്ങുമ്പോൾ പറഞ്ഞാൽ നമ്മൾ തോമസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോ അടിയായിരിക്കും. തോമസൺ എവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാട്ട് പോറ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത കിട്ടുന്നതാണ് തോമസൺ. ഇനി നമ്മൾ അടുത്ത റൗണ്ട് അങ്ങ് നോക്കാം. അടുത്ത റൗണ്ടിൽ നമുക്ക് അതിനുള്ളൊക്കെ മറുപടികൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ മറുപടിയാണ് നമ്മൾ ഇനിയുള്ള റൗണ്ടുകൾ മുഴുവൻ കൊടുക്കുന്നത്. ഒരു റൗണ്ടിൽ നമ്മൾ ത്രിബിൾ കില്ലെടുത്ത് ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എത്ര കില്ലെടുക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്നും പോകുന്ന ഈ ഒരു സൈഡിലൂടെ തന്നെ നമ്മൾ ഇന്നും പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനും നല്ല അടിപൊളി കണ്ടൻസ് നിങ്ങൾക്ക് വരുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നല്ല നല്ല കണ്ടൻസ് വരുന്നതായിരിക്കും. അതുപോലെ ആ ലൈക്ക് ബട്ടൺ കൂടി നിങ്ങൾ അമർത്തുക. ആ സൈഡിൽ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഊക്കങ്ങായി ഇങ്ങനെ ആ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു എനിമി നിൽക്കുന്നതായിട്ട് ഒന്നും അതേ അവൻ എന്നെ അടിക്കുന്നു. അവന് വാണ്ട അടി അടിച്ച് അവനെ അങ്ങ് നോക്കിയിട്ട് ഇടേ നീ ആരെ അടിക്കുന്നത്? നീ അടിക്കുന്നത് ഈ ലൈവിലെ തന്നെയാണോ? അവനുള്ള മറുപടി അങ്ങ് കൊടുത്ത് അവനെ അങ്ങ് അടിച്ചങ്ങിട്ട് നോക്കുന്ന സമയത്ത് അത് അവിടെയുണ്ട് 3 പേരോ അവരുടെ ഒരുത്തൻ ഡൗൺ ആണ്. അങ്ങോട്ട് നമ്മൾ പോയി ആ ഒരുത്തനെ അവൻ പൊക്കുന്നു. അങ്ങനെ 2 പേര് ആ പൊക്കുന്നവനെയും നിൽക്കുന്നവനെയും അവർ 2 പേരെയും അങ്ങ് ഡൗൺ ഇട്ട് എന്തുവാടേ ഇത് തോമസിനെ കൊണ്ട് 4 പേരെയും അടിച്ച് അങ്ങ് എയ്സ് തന്നെ ആക്കി. പൊക്കുന്നവനെയും നിൽക്കുന്നവനെയും പൊങ്ങിയവനെയും എല്ലാവരെയും അങ്ങ് അടിച്ചിട്ടുണ്ട്. എന്തുവാടേ അവിടെ ആ ഇമോട്ടിനുള്ള മറുപടി എന്നോളം ഹീറോയ്ക്ക് ലോബിയിൽ നമ്മൾ ഫസ്റ്റ് എയ്സ് എടുത്തിരിക്കും. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ത്രിബിൾ കില്ലും അതുപോലെ തന്നെ തേർഡ് റൗണ്ടിൽ നമ്മൾ എയ്സുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പം തന്നെ 7 കിൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ കളി കഴിയുമ്പോഴത്തേക്ക് എത്ര കില്ലാവുന്നുള്ളതിന് ഒരു ഇത് പറയാൻ പറ്റില്ല. കാരണം അവനാ ഇമോട്ട് ഇട്ടതിൽ നമുക്ക് നല്ല ഇത് നമുക്ക് വന്നിട്ടുണ്ട്. അതിനുള്ള മറുപടി എന്നുകൊണ്ടാണ് നമ്മൾ ഈ കളി മുഴുവനായിട്ട് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റൗണ്ടും തോംസൺ റൗണ്ടിൽ തന്നെ കില്ലെടുക്കുന്ന ഒരു ഇതായിരിക്കും. അപ്പോഴത്തേക്കും അവിടെ ബോംബ് ഇട്ട് അവന് കുറച്ച് ഡാമേജ് കൊടുത്തുള്ള ദിവസമാണ്. അവൻ നല്ല ഡാമേജ് നമ്മളങ്ങ് എടുത്ത് അവന് ബ്ലൂ വാളിട്ട് അവനെ പിടിച്ച് അവനെയും നമ്മൾ നോക്കാക്കി എടുത്തിട്ടുണ്ട്. ഒരാൾ ഡൗണ്. അങ്ങനെ ഒരു കില്ല് നമ്മളെടുത്ത് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും എസ്കേസ് കൊണ്ട് ഒരുത്തൻ എന്നെ പിടിക്കാൻ നോക്കുന്നു. അവൻ ഒരു ഗ്ലൂ വാളിട്ടു. അവൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അവൻ രണ്ടാമത്തെ ഗ്ലൂ വാളിട്ട് അവൻ അവിടെ നിന്നും ആ സൈഡിലോട്ട് മണ്ടുന്നു. ആ മണ്ടുന്നത് നല്ല ഡാമേജ് അങ്ങ് അടിച്ച് ഫുൾ കണ്ടിട്ട് അവനെ അങ്ങ് പിടിച്ചാക്കി. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നോക്കുമ്പോൾ ഇവിടെ നിന്ന് 3 പേര് നമ്മൾ തോംസൺ കൊണ്ട് അടിച്ച് 4ാമത്തെ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയിട്ടില്ല. 4ാമത്തെ സൈഡിലോട്ട് മണ്ടുന്നു. അവന് ഫുൾ ഡാമേജ്. മോനെ 4 കില്ല് 4 പേര് നമ്മൾ അടിച്ച് 2 ഐസ് ഒറ്റ മാച്ചിനകത്ത്. ഗൈസ് പ്രോ പ്ലെയർ ഇവർ 4 കില്ല് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ ടോട്ടൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 4 8 3 ഗൈസ് 11 കില്ല് നമ്മൾ ഒറ്റ മാച്ചിനകത്ത് 11 കില്ല് എടുത്ത് നമ്മൾ നല്ല കയപ്പ് തന്നെ കാണിക്കുകയാണ്. 11 കില്ല് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനോട്ട് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 2 കില്ല് ഉണ്ടായിരുന്നു. 11 13 കില്ല് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൗണ്ട് കൂടി നമ്മൾ എയ്സ് എടുക്കുകയാണെങ്കിൽ ഗൈസ് പ്രോ ആയിരിക്കും നമ്മൾ. അപ്പോൾ ഒരു കളി തന്നെ നമ്മൾ 3 എയ്സ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളായിരിക്കും ഗൈസ് ഫ്രീ ഫയറിൽ പ്രോ. കാരണം ഹീറോയ്ക്ക് ലോബിയിൽ 3 എയ്സ് ഒറ്റ കളിയിൽ എടുക്കുന്ന പ്രോ പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ AR ബ്ലൈൻഡ് അക്കൗണ്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ഈ ഒരു റൗണ്ടിനകത്ത് നമ്മൾ എത്ര കില്ലെടുക്കുന്നതിൽ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൈസ് നിങ്ങൾ 2 ഐസ് എടുത്തിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പേര് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിനകത്ത് നമുക്ക് എത്ര വീഡിയോസ് ഇനി വരും, അതിൽ എത്ര ചലഞ്ചിങ് വീഡിയോസ് എത്ര പല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് വരാൻ പറ്റുന്നത്. അതിനിടയിൽ നമ്മൾ ഒരുത്തനെയും അടിച്ച് 2ാമത്തെ നമ്മൾ മുന്നോട്ട് വന്നു. അവനെയും അടിച്ച് ഗൈസ് 2 ഡൗണ്. എന്തുവാടേ ഗൈസ് തോമസിനെ കൊണ്ട് ഹാക്കർ ലെവൽ ഗെയിം പ്ലേ. ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. തോമസൺ എവോ കണ്ടുള്ള പ്രോ ലെവൽ ഗെയിം പ്ലേ തന്നെയാണ്. അപ്പോൾ നമ്മൾ 2 പേരെ ഡൗൺ ഇട്ട് അതിലൊരുത്തും ഫിനിഷായി. 2ാമത്തെ ഇവിടെ ഇല്ലാത്ത 3ാമത്തെ കൂടി അടിച്ച്. എന്തു വാടാ ഇത്? ഹാക്കറിടാ പാനലിടാ ഫ്രീ ഫയർക്ക് പാനലിടാ. 3 കില്ലായി. ഇനി ലാസ്റ്റ് പേരെ കൂടി അടിച്ചാൽ ഗൈസ് നമ്മൾ എയ്സ് കംപ്ലീറ്റ് ചെയ്തതായിരിക്കും. അതിൻ്റെ 3 എയ്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഗൈസ് നമ്മൾ തന്നെ പ്രോ പ്ലെയർ. 3ാമത്തെ എയ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുമോ ഇല്ലയോ എന്നുള്ളതിന് നമുക്ക് ഡൗട്ടാണ്. അവനെന്നെ അടിക്കുമോ ഇല്ലയോ? അവനെ കാണുന്നില്ല. പക്ഷേ 3 കില്ല് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 17 കില്ല് കംപ്ലീറ്റ് ആയി ടോട്ടല്. നമ്മുടെ വെസ്റ്റ് ഡ്യൂറബിലിറ്റി കൂട്ടി. നമ്മൾ അവനെവിടെ ലാസ്റ്റ് മാൻ എവിടെ എന്നുള്ളതിൽ നമ്മൾ ആ ഒരു പൈതൃകത്തിൽ നമ്മൾ വണ്ടി കളിക്കണം. എന്തുവാടേ എന്നെ അങ്ങ് പിടിച്ചാക്കാൻ നോക്കുന്നു. മോനെ സോണിയയിൽ നിന്നും വാണ്ട അടിച്ച് അവനെയും അങ്ങ് പിടിച്ചാക്കി. ഗൈസ് ഇപ്പോൾ നോക്കാൻ 18 കില്ല് പോയി.